പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഇന്ന് നിങ്ങളുമായി ഏതാനും ചെറിയ ചിന്ത പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓഗസ്റ്റ് 1 മുതൽ ശൂനോയ നോയമ്പ് ആരംഭിക്കുകയാണല്ലോ. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ 15 നോയമ്പ് അല്ലെങ്കിൽ ശൂനോയ നോയമ്പ് എന്നത് നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നു. മാതാവിൻ്റെ നാമത്തിലുള്ള നോയമ്പായതുകൊണ്ട് നമുക്ക് മാതാവിനെ കുറിച്ച് ഉള്ള ചില ചിന്തകളിലേക്ക് കടക്കാം. ആരിൽ നിന്ന് ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ചുവോ ആ നിത്യകന്യക ജോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന ദാവീദ് പുത്രി, തന്നിൽ നിന്ന് ജനിച്ച ശിശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാകയാൽ ദൈവമാതാവെന്നും തിയോട്ടോക്കോസ് എന്നും വിളിക്കപ്പെട്ടു വരും. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 43 പ്രകാരം കർത്താവിൻ്റെ അമ്മ പരസ്യ ശുശ്രൂഷയുടെയും കാലനിർണയം നടത്തിയെന്ന് വാഴ്ത്തപ്പെടുന്നവൾ, സമയമായില്ല എന്ന് 12-ാം വയസ്സിലും സമയമായി എന്ന് 30-ാം വയസ്സിലും വാചാലമായ മൗനത്തിലൂടെ മകനെ ബോധ്യപ്പെടുത്തിയ അമ്മ. മറിയത്തോടുള്ള സമീപനത്തിൽ ക്രൈസ്തവ സഭകൾ വളരെ വ്യത്യാസം പ്രദർശിപ്പിക്കുന്നു. മാതാവിനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ ഓർത്തഡോക്സ് സഭകളാണ്. അന്തോക്യൻ പാരമ്പര്യത്തിൽ ദേവാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് മാതാവിൻ്റെ പേരിലാണ്. മറ്റേതെങ്കിലും പേരിൽ ആണ് പ്രധാന ബലിപീഠമെങ്കിൽ രണ്ടാമത്തേത് നിശ്ചയമായും മാതാവിൻ്റെ പേരിലായിരിക്കണം. ജോസഫിന്റെ പേരിൽ ദേവാലയങ്ങൾ പതിവില്ല. മറിയാമിന്റെ നിത്യ കന്യാത്വത്തിന് ഊന്നൽ കൊടുക്കുകയാണ് സഭ. തിരുക്കുടുംബ ചിത്രങ്ങളോ മറിയം ഏകയായി കാണപ്പെടുന്ന ചിത്രങ്ങളോ ഓർത്തഡോക്സ് പള്ളികളിൽ അനുവദനീയമല്ല. ആദ്യത്തേതിൽ മറിയയും മകനും തമ്മിലുള്ള സവിശേഷ ബന്ധത്തിന് ജോസഫ് അന്യനാണെന്നതിനാലാണ്. മാതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മാതാവിൻ്റെ പല വേർച്യൂസ് ഉണ്ട്. നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ മാതാവിൻ്റെ വേർച്യൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാവിൻ്റെ ഹ്യൂമിലിറ്റി, മാതാവിൻ്റെ വിശ്വാസം, ഒബീഡിയൻസ്, ഇതൊക്കെയാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ വേറിട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ അമ്മ ഈ വക കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഗബ്രിയേൽ മാലാഖ വന്ന് വന്ദനം ചെയ്തപ്പോൾ മുതൽ മറിയത്തിനറിയാം തൻ്റെ ഉദരത്തിൽ ലോകരക്ഷിതാവ് ജനിക്കാൻ പോകുന്നു. എന്നാൽ വിശുദ്ധ മാതാവ് ഇതാരുമായും പങ്കിട്ടില്ല, പരമരഹസ്യമായി സൂക്ഷിച്ചു. നമ്മൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്നാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലിടും, എല്ലാവരെയും ഫോൺ ചെയ്ത് പറയും, പറയാവുന്നവരോടൊക്കെ പറയും, വേണ്ടി വന്നാൽ യൂട്യൂബിലിടും. അങ്ങനെ മാധ്യമങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കും ഇങ്ങനൊരു വാർത്ത നമ്മുടെ സ്നേഹിതരെയും ചാർച്ചക്കാരെയും ഒക്കെ അറിയിക്കാൻ. എന്നാൽ മാതാവ് ഇതൊന്നും ചെയ്തില്ല, എല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറൊരാൾ പറഞ്ഞ കാര്യങ്ങളും വേറൊരാളോട് വിളിച്ചു പറയും, എടി നീ കേട്ടോ ഇത്, എടാ നീ കേട്ടോ ഇത്. അപ്പൊ പറയുന്ന കാര്യം ചിലപ്പം സത്യമായിരിക്കണമെന്നില്ല. നമ്മളതിൻ്റെ സത്യമൊന്നും തിരക്കാതെ ആയിരിക്കും പലപ്പോഴും കേട്ടത് ധൃതിപ്പെട്ട് വേറൊരാളോട് പറയുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ പറയുന്ന ആ വാക്കുകൾ മറ്റുള്ളവർക്ക് എങ്ങനെ പ്രശ്നം അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ മാതാവിനെ പോലെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നമുക്ക് അകന്നിരിക്കുവാൻ സാധിക്കും. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ലെന്ന്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുകയില്ല. വി ഓൾറെഡി ഡൺ ദ ഡാമേജ്. അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഒരു കാര്യം മറ്റുള്ളവരോട് പറയുന്നതിന് മുൻപ് 10 വട്ടം ചിന്തിക്കണം. ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിച്ചാൽ, ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, കേൾക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ?
ഇല്ലെങ്കിൽ പിന്നെ അതെന്തിനു പറയണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആരെക്കുറിച്ചും ഒരു തെറ്റും പറയാൻ നമ്മൾക്കിടവരികയില്ല. ഇതിൻ പ്രകാരം ജീവിപ്പാൻ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.